സോ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഡിറ്റർമിൻ ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ ബീം. ഇങ്ങനൊരു ബീം ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ബീം യൂസ് M15 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഈ ബീമിൻ്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യമായി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ അനാലിസിസ് ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് സെക്ഷൻ കണ്ടുപിടിക്കണം. XU അറിയാമെങ്കിൽ XU മാക്സിമം കണ്ടുപിടിച്ച് കഴിഞ്ഞ് അത് തമ്മിൽ കമ്പയർ ചെയ്ത് ടൈപ്പ് ഓഫ് സെക്ഷൻ ഡിസൈഡ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആദ്യം our objective is to find the depth of neutral axis, for which we need to know the compressive force values as well as tensile force values. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കംപ്രസീവ് ഫോഴ്സ് ഉണ്ട്? കംപ്രസീവ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് കോൺക്രീറ്റ്, കംപ്രസീവ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് കംപ്രഷൻ സ്റ്റീൽ ആൻഡ് ടെൻസൈൽ ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. കംപ്രസീവ് ഫോഴ്സ് അറ്റ് ദ ലെവൽ ഓഫ് കോൺക്രീറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് 0.36 FCK BXU. Compressive force at the level of steel നമുക്കറിയാം, ഇറ്റ് ഈസ് FSC ASC minus 0.45 FCK ASC. ഇനി ടെൻസൈൽ ഫോഴ്സ് നമുക്കറിയാം 0.87 FY AST. To satisfy equilibrium, CC plus CS is equal to T. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് XU. XU എത്രയാണെന്ന് കിട്ടും? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതുപോലെ 0.87 FY AST മൈനസ് FSC ASC പ്ലസ് 0.45 FCK ASC ഡിവൈഡഡ് ബൈ 0.36 FCK B എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിനകത്തുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, XU കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് ഓരോന്നായിട്ട് നോക്കാം. വാട്ട് ഈസ് FY? വാട്ട് ഈസ് FY? FY ഈസ് 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് AST? ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ദ ലെവൽ ഓഫ് ടെൻഷൻ ഓൺ ദ ടെൻഷൻ സൈഡ്. ടെൻഷൻ സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണ്? ഏരിയ എത്രയാണ്? 5 × π/4 20 സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് FSC? FSC കണ്ടുപിടിക്കുന്നതിന് നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ വേണം. അതിന് മുമ്പ് ബാക്കിയൊക്കെ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ASC? ASC ഏരിയ ഓഫ് സ്റ്റീൽ ഓൺ ദ കംപ്രഷൻ സൈഡ്, ദറ്റ് ഈസ് 2 times 2 ബാറാണുള്ളത്, 2 times π/4 × 20 സ്ക്വയർ. അപ്പോൾ അത്രയായി. ഇനി വാട്ട് ഈസ് FCK? FCK ഈസ് 15 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി വാട്ട് ഈസ് B? B ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 350 millimeter ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ B ഈസ് 350 millimeter. ഓക്കെ, 350 millimeter. അപ്പോൾ ബാക്കി എല്ലാ ടേംസുമായി ഇനി FSC കൂടെ കണ്ടുപിടിക്കണം. FSC നമുക്കറിയാം. FSC അറിയണമെങ്കിൽ D'/D വാല്യൂ അറിയാമെങ്കിൽ FSC കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ടേബിൾ F ഓഫ് SP16 നിന്നും കണ്ടുപിടിക്കണം. അതിൽ D' എത്രയാണ്? D' ഈസ് 50 ഡിവൈഡഡ് ബൈ D. ഇഫക്റ്റീവ് ഡെപ്ത് ഈസ് 900. ഓക്കെ, 50/900 ചെയ്യുമ്പോൾ 0.055 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. D'/D അറിയാം. അങ്ങനെയാണെങ്കിൽ FSC വാല്യൂ ടേബിൾ Fൽ നിന്ന് ചൂസ് ചെയ്യാം. ഇവിടെ നോക്കുക, നമുക്ക് D'/D 0.05 ഉണ്ട്, 0.1 ഉണ്ട്. നമ്മുടെ D'/D 0.55 ആണ്. എന്ന് വെച്ചാൽ ഇതിനും ഇടയ്ക്കാണ് എന്നർത്ഥം. ഇനി ഗ്രേഡ് ഓഫ് സ്റ്റീൽ Fe415 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് വേണം ചൂസ് ചെയ്യാൻ.
Okay, so d prime by d equal to 0.05 ആണെങ്കിൽ FSC എത്രയാണ്? 355 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ d പ്രൈം ബൈ d ഈസ് ഈക്വൽ ടു 0.10 ആണെങ്കിൽ FSC ഈസ് ഈക്വൽ ടു 353 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. സോ ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് എഴുതിയത്. പക്ഷേ നമുക്കുള്ള d പ്രൈം ബൈ d എത്രയാണ്? ഇറ്റ് ഈസ് 0.055 ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.05 ബട്ട് ലെസ് ദാൻ 0.1. അപ്പോൾ കറസ്പോണ്ടിങ് FSC എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ FSC ഈസ് ഈക്വൽ ടു, ഇത് ഇൻ്റർപൊളേഷൻ ടെക്നിക്ക് വഴിയേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കുക. FSC ഈസ് ഈക്വൽ ടു 0.055 FSC ആണ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. FSC ഈസ് ഈക്വൽ ടു, ആദ്യം ലോവർ ആയിട്ടുള്ള d പ്രൈം ബൈ ഡിയുടെ FSC വാല്യൂ എഴുതിയെടുക്കുക, 355. ഓക്കെ, പ്ലസ് ഇനി എഴുതേണ്ടത് FSC, രണ്ട് FSC വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്. അത് നെക്സ്റ്റ് d പ്രൈം ബൈ ഡിയിൽ നിന്നും ഇനിഷ്യൽ d പ്രൈം ബൈ ഡിയിലേക്ക് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് 353 മൈനസ് 355 ഡിവൈഡഡ് ബൈ, ഇനി അടുത്ത d പ്രൈം ബൈ d തമ്മിലുള്ള ഡിഫറൻസ് ആണ്, രണ്ടാമത്തത് മൈനസ് ആദ്യത്തത്. ദറ്റ് ഈസ് 0.10 മൈനസ് 0.05 ആയി. കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു നമ്മുടെ ഇപ്പോൾ ആവശ്യമുള്ള d പ്രൈം ബൈ d, ദറ്റ് ഈസ് 0.055 മൈനസ് ഇനിഷ്യൽ d പ്രൈം ബൈ d, ദറ്റ് ഈസ് 0.05. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് FSC വാല്യൂ കിട്ടും. FSC വാല്യൂ എത്ര കിട്ടും? 354.8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. 354.8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. സോ ഈ ഇൻ്റർപൊളേഷൻ ചെയ്ത ടെക്നിക്ക് ശ്രദ്ധയോടെ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ എങ്ങനെ ഇൻ്റർപൊളേഷൻ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് XU എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ XU is equal to 0.87 into FY is 415 into AST 5 pi by 4 into 20 square minus FSC ASC 354.8 into ASC is 2 pi by 4 20 square plus 0.45 FCK ASC 0.45 FCK 15 into ASC is 2 pi by 4 20 square, the whole divided by 0.36 FCK B. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 184.37 millimeter. So depth of neutral axis you will get it as 184.37 millimeter. ഇനി നമുക്ക് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കണ്ടുപിടിക്കാം. XU max കണ്ടുപിടിക്കൂ. XU max ഇവിടെ തന്നിരിക്കുന്ന ഗ്രേഡ് ഓഫ് സ്റ്റീൽ FE 415 ആയതുകൊണ്ട് XU max എത്രയാണ്? 0.48 D. So 0.48 into 900 ചെയ്യുക. You will get it as 432 millimeter. So since XU is less than XU max, it is under reinforced section. Okay, നമുക്ക് അതുകൊണ്ട് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ്
ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. mu is equal to നമുക്കറിയാം ഇറ്റ് ഈസ് cc ഇൻറ്റു d മൈനസ് 0.42 xu പ്ലസ് cs ഇൻറ്റു d മൈനസ് d പ്രൈം. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ വാല്യൂ നമുക്കറിയാം 0.36 FCK, 0.36 FCK. b xu, what is xu? 184.37 into d minus 350 minus 0.42 into 184.37 plus CS എന്ന് പറഞ്ഞാൽ FSC ASC. FSC 354.8, ASC is 2 pi by 4 and 20 square. തീർന്നിട്ടില്ല. CS-ന് ഒരു ടേമും കൂടെ ഉണ്ട്, മൈനസ് 0.45 FCK into ASC 2 pi by 4 into 20 square. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. CS into D minus D prime into D 350 minus 50. സോറി, D prime, D എന്ന് പറയുന്നത് 900 ആണ്. 900 മൈനസ് 50. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 472.51 into 10 power 6 ന്യൂട്ടൺ millimeter എന്ന് കിട്ടും. സോ we will take it as 472.51 kilonewton meter. So ഇതാണ് ultimate moment of resistance of the beam.